അതുകൊണ്ട് മീഡിയ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫിലിമൊക്കെ ആണെങ്കിൽ സെൻസർ ബോർഡിൻ്റെ എല്ലാ എഡിറ്റിങ്ങും കട്ടിങ്ങും കഴിഞ്ഞതിൻ്റെ ശേഷം പുറത്തു വരുന്നതിൽ പോലും ഇതുണ്ടാകുമ്പോൾ ആ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ പോലും ആ ഇസ്ലാമോഫോബിക്കായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് വേണം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇവിടെ ഇതെല്ലാവരും ബാധിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇന്നും നാളെയുമായി ചർച്ച ചെയ്യുന്ന ഈ ഡയലോഗ് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ ഒരു ശക്തമായ സന്ദേശം യഥാർത്ഥത്തിൽ ഉയർത്തുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫാക്ടറികളായി വർക്ക് ചെയ്യുന്ന ആളുകൾ ആരാണ്? ഇവിടുത്തെ നവനാസ്തികരാണ്. അവർക്ക് മതം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇസ്ലാം മാത്രമേ ഉള്ളൂ. മതവിമർശനം നിറഞ്ഞിട്ട് പേരിന് അപ്പുറത്തുപുറത്തൊക്കെ രണ്ട് സംഗതികൾ പറഞ്ഞു വെച്ച് മറ്റു മതങ്ങൾ പറഞ്ഞു വെച്ച് ബാക്കി ഫുള്ള് ഇസ്ലാമിൻ്റെ നേരെ അവരുടെ ഉണ്ടയില്ലാ തോക്ക് തിരിച്ചു വെക്കുന്നൊരു രീതിയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. വിസ്റ്റം ഡയലോഗുകൾ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2 ഡയലോഗുകൾ നിങ്ങൾക്ക് ഡയലോഗ് 1.0, ഡയലോഗ് 2.0 യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് വിസ്റ്റം ഗ്ലോബൽ TV വിസിറ്റ് ചെയ്യുക. അത് അവകാശവാദമല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് മനസ്സിലാകും. ആ ഒരു ഇതിൻ്റെ ഫാക്ടറികളായി വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ പോലും ഇസ്ലാമോഫോബിക്കാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ അത്തരം ചില കൗതുകങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇനി നമ്മൾ അബ്ദുള്ള ബാസിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇസ്ലാമോഫോബിയ എന്നുള്ള ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളുടെ, നാസ്തികരുടെ ഇതിലുള്ള പങ്ക് എന്നുള്ളത് പ്രത്യേകം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സമുദായത്തിന് നേരെ, മുസ്ലിങ്ങൾക്ക് നേരെ വെറുപ്പും വിദ്വേഷവും പ്രസരിപ്പിക്കുന്നതിൽ, അവരെ പാർശ്വവൽക്കരിക്കുന്നതിൽ, അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിൽ ഈ ആളുകൾ വഹിക്കുന്ന പങ്ക് അത്രമേൽ വലുതാണ്. ഇതിലെ ഏറെ രസകരമായൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾക്ക് നേരെ, വിശ്വാസികൾക്ക് നേരെ ഇവരുണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു വെറുപ്പും വിദ്വേഷവും എല്ലാം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ ആളുകൾക്കിടയിൽ പോലും, നിരീശ്വരവാദികൾക്കിടയിൽ തന്നെ മുസ്ലിം നാമധാരികളായ ആളുകൾ ഈ ഒരു വിവേചനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള രസകരമായ ഒരു വസ്തുതയാണ്. യുക്തിവാദി, സ്വതന്ത്ര ചിന്തകൻ, പുരോഗമനവാദി എന്നെല്ലാമുള്ള ഈ ഒരു കൂട്ടായ്മയിലേക്ക്, അല്ലെങ്കിൽ അത്തരം സംഘങ്ങളിലേക്ക് മുസ്ലിം നാമധാരികളായ, ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന ആളുകളെ ഉൾക്കൊള്ളുവാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്തകരാകുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾക്ക് അവിടെ സ്വതന്ത്ര ചിന്തകരെന്നോ യുക്തിവാദികളെന്നോ എന്ന് സ്വയം അവകാശപ്പെടാൻ പോലും സാധിക്കാതെ അവരെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം മാറ്റി നിർത്തുന്ന ഒരു സവിശേഷമായൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊക്കെ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുങ്ങിയപ്പോഴാണ് ഒരു തട്ടിക്കൂട്ട് സംഘടനയായാണ് എക്സ് മുസ്ലിം സംഘടനകളെല്ലാം വന്നതെങ്കിലും ആഗോളതലത്തിൽ തന്നെയുള്ള ഈ സംഘടനകളും അവരുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ കൃത്യമായൊരു അജണ്ട ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിങ്ങളായ ചെറുപ്പക്കാരെ സ്വതന്ത്ര ചിന്തയെന്നും ശാസ്ത്രബോധമെന്നും പുരോഗമന ചിന്തയെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ട് അവരെ മതം ഉപേക്ഷിപ്പിച്ച്, ഇതാ നിങ്ങൾ സ്വതന്ത്ര ചിന്തകരാകാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മതം ഉപേക്ഷിപ്പിച്ചതിന് ശേഷം അവർ സ്വതന്ത്ര ചിന്തകരാകാൻ, യുക്തിവാദികളാകാൻ കടന്നു വരുമ്പോൾ, അല്ല നിങ്ങൾ യുക്തിവാദികളല്ല, നിങ്ങൾ സ്വതന്ത്ര ചിന്തകരല്ല, നിങ്ങളൊന്ന് മാറി നിന്ന് നിങ്ങൾ എക്സ് മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മുസ്ലിങ്ങളായ ചെറുപ്പക്കാരെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ളവരെ കൊണ്ട് തന്നെ ഇസ്ലാം വെറുപ്പും മുസ്ലിം വിരോധവും പ്രസരിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, മരം വെട്ടാൻ ഉപയോഗിക്കുന്ന കോടാളിയുടെ പിടി മരം കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ് എന്ന് പറയുന്നത് പോലെ മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കിയെടുക്കാൻ മുസ്ലിം ചെറുപ്പക്കാരെ തന്നെ ഉപയോഗിക്കുക എന്നുള്ള ഗൂഢമായ തന്ത്രമാണ് ഇതിനു പിന്നിലുള്ളത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മുസ്ലിം നാസ്തികരായ ആളുകൾ, അല്ലെങ്കിൽ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിരീശ്വരവാദികളായ ആളുകൾ, അവരുടെ പണി അത് ഇസ്ലാമിനെ വിമർശിക്കുക മാത്രമാണ്, മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ പ്രസരിപ്പിക്കുക മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയോ മറ്റ് കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള വേദിയോ അവസരമോ പോലും അവർക്കില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റ് നാസ്തികരായ ആളുകൾ അവർ ശാസ്ത്രം പറയുന്നു, സാമൂഹ്യ വിഷയങ്ങൾ പറയുന്നു, രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെ അവരെല്ലാ തരത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും
ഇസ്ലാം ഉപേക്ഷിച്ച് വരുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടേയിരിക്കുക, ആജീവനാന്തം അതുമാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അതുമാത്രമാണ് നിങ്ങൾക്ക് അസൈൻ ചെയ്ത പണി. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും സംസാരിക്കേണ്ടതില്ല, അതിനുള്ള വേദി നിങ്ങൾക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന് ഇവർ പറയുന്ന എക്സ് മുസ്ലിം സംഘടനകളൊക്കെ രൂപീകരിക്കാൻ ഇവർ പറയുന്ന ന്യായമാണ് ഏറെ രസകരമായ കാര്യം. അതായത് ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അത് ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം ഒരു സംഘടന എന്നാണ് പറയുന്നത്. ഏത് സമയത്തും സാഹചര്യത്തിലും ഏത് പ്രദേശത്തു നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ആലോചിക്കണം. മുസ്ലിങ്ങൾ എല്ലാ നിലക്കും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവരുടെ അസ്തിത്വം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഫാസിസ്റ്റ് കാലഘട്ടത്തിലാണ് ഈ ഒരു വർത്തമാനം ഇവർ പറയുന്നത്. മാത്രമല്ല കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. ഇവിടെ ഒരു എക്സ് ഹിന്ദു സംഘടന നമ്മൾ കണ്ടിട്ടില്ല, എക്സ് ക്രിസ്ത്യൻ സംഘടന നമ്മൾ കണ്ടിട്ടില്ല, മറിച്ച് എക്സ് മുസ്ലിം മാത്രമാണുള്ളത് അല്ലേ. ഹിന്ദുമതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ഫൈസൽ കൊടിഞ്ഞി കൊല്ലപ്പെട്ട കേരളത്തിൽ, യാസർ കൊല്ലപ്പെട്ട കേരളത്തിൽ, ഹൈന്ദവ മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ഹാദിയ വേട്ടയാടപ്പെട്ട, ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം, നൂറുകണക്കിന് പെൺകുട്ടികൾ ഹിന്ദുമതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അവർ ഘർ വാപ്പസി പീഡന കേന്ദ്രങ്ങളിൽ അടച്ചിട്ടുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലിരുന്നു കൊണ്ടാണ് ഈ ഒരു തമാശ ഇവർ പറയുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ഒരു അജണ്ട യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് നാസ്തികരായ ഇവരുടെ വലിയ നേതാക്കന്മാർക്ക് പോലും ഒരു മുക്തിയില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ നാസ്തികൻ എന്ന് പറഞ്ഞു നടക്കുന്ന, ഇസ്ലാം വിമർശന തൊഴിലാളിയായി തൻ്റെ ജീവിതം മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കാനും മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പും വിദ്വേഷവും പ്രസരിപ്പിക്കുവാനും വേണ്ടി തൻ്റെ ജീവിതം തന്നെ വെച്ച ഒരു വ്യക്തി, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ യുക്തിവാദിയായാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്നെ എക്സ് മുസ്ലിം ആക്കരുത്, ഞാൻ എക്സ് മുസ്ലിം അല്ല, അല്ലെങ്കിൽ എക്സ് മുസ്ലിമിൻ്റെ സംഘാടനത്തിലോ ആ സംഘടനയിലോ ഞാനില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗം നിങ്ങളൊന്ന് കണ്ടോളൂ. ഞാനത് അങ്ങനെ പിന്തുണയ്ക്കണമെന്ന് കരുതുമ്പോഴും ഞാൻ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ സംഘാടകനാവുന്നതിനോ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാരവാഹിയാകുന്നതിനോ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ പേരിൽ അറിയപ്പെടുന്നതിനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ യുക്തിവാദി എന്നുള്ള ആ മേൽവിലാസം തന്നെ ധാരാളം മതി. ഞാൻ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകനായി തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഇങ്ങനെ ഒരു എക്സ് മുസ്ലിം കൂട്ടായ്മ വളർന്നു വരുമ്പോൾ ആ കൂട്ടായ്മയ്ക്ക് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും അത് ഒരുപാട് ആളുകളെ ഈ മതത്തിൽ നിന്ന് പുറത്തു വരാൻ അത് പ്രചോദനമാകുമെന്നും പുറത്തു വരുന്ന ആളുകൾക്കും പുറത്തു വരാനിരിക്കുന്ന ആളുകൾക്കും അത് വളരെയേറെ സഹായകമാകുമെന്നും കരുതുന്നത് കൊണ്ട് ഞാൻ ആ കൂട്ടായ്മയെ ധാർമ്മികമായി പിന്തുണയ്ക്കുന്നു എന്നേ. കണ്ടില്ലേ, ഇസ്ലാം വിമർശനത്തിന് വേണ്ടി മുസ്ലിങ്ങൾക്കെതിരെ വിരോധവും വിദ്വേഷവും പ്രസരിപ്പിക്കുവാൻ വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ഇത് സ്വതന്ത്ര ചിന്തയാണ്, യുക്തിവാദമാണ് എന്നെല്ലാം പറയുന്ന വ്യക്തി അവസാനം ഇരുന്ന് വിലപിക്കുകയാണ്, ഞാൻ യുക്തിവാദിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എക്സ് മുസ്ലിം അല്ല, അതിൻ്റെ സംഘാടനത്തിൽ ഞാനില്ല, ആ സംഘടനയിൽ എനിക്ക് അംഗത്വമില്ല, ഞാൻ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല, ഞാൻ അവരെ പിന്തുണക്കുന്നുണ്ടെങ്കിലും അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ ഏറ്റവും വലിയ നേതാവ് നിന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് പോലും ഇത്തരം വിവേചനമാണ് നേരിടുന്നതെങ്കിൽ ഇതെല്ലാം ചില തിരിച്ചറിവിലേക്ക് ഇത്തരം ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നയിക്കണമെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലേ, നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തപ്പെടുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാകണം. ഏതാനും ചില ആളുകളുടെ അജണ്ടകൾക്കനുസരിച്ച്, ഏമാന്മാർ പറയുന്നതിനനുസരിച്ച്, അവർ മുകളിൽ നിന്ന് തരുന്ന തുട്ടുകൾക്കനുസരിച്ച് ഇസ്ലാമിനെ വിമർശിക്കുവാനും മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കിയെടുക്കുവാനുമല്ലാതെ മറ്റൊരു കാര്യത്തിനും നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അതുമാത്രമാണ് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമെന്നുള്ളത്. നിങ്ങൾ ടൂളാക്കപ്പെടുകയാണ്. മുസ്ലിം വിരോധം ഈ സമൂഹത്തിൽ പ്രസരിപ്പിക്കുവാനുള്ള ഒരു പാവകളായി, മുകളിൽ നിന്ന് വലിക്കുന്ന ചരടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പാവകളായി മാത്രമാണ് ഇത്തരം ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നുള്ള തിരിച്ചറിവ് അത്തരം ആളുകൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.